الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يوم تجد كل نفس ما عملت من خير محضرا وما عملت من سوء تود أن لو أن بينها وبينه أمدا بعيدا ويحذركم الله نفسه والله رؤوف بالعباد. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ കൽപ്പനകളും അവൻ പഠിപ്പിച്ച ജീവിതത്തിലെ അച്ചടക്ക മര്യാദകളും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്. അപൂർവമായി മാത്രം ലഭിക്കുന്ന 2 ഈദ് ദിവസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നുള്ളത്. വെള്ളിയാഴ്ച ദിവസം നമ്മളൊരാഴ്ചയിൽ ഒരു ദിവസമായി കണക്കാക്കിയാൽ മാത്രം പോരാ. അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊരു പെരുന്നാൾ ദിവസം തന്നെയാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ദിവസം. മറ്റു ദിവസങ്ങളിലൊന്നും കുളിച്ച് ശുദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം നിർബന്ധമായും കുളിച്ചിരിക്കണം എന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വലിയ അശുദ്ധി ഉണ്ടാകുമ്പോഴുള്ള കുളിയല്ല. അല്ലാത്ത നിലക്ക് വെള്ളിയാഴ്ച ഗുസ്ലു യൗമിൽ ജുമുഅത്തി വാജിബൻ അലാ കുല്ലി മുഹ്തലിം, ഒരു നിർബന്ധമാണ്. കാരണം അന്നൊരു വിശ്വാസിക്ക് അന്നൊരു പ്രത്യേക ദിവസമാണ്. എപ്പോഴെങ്കിലും ഒരു സമയം അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു വരാത്ത ഒരു സമയമുണ്ട്. ആ സമയത്ത് നമ്മുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കും എന്നും വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിന്റെ മലക്കുകൾ പള്ളിയിലേക്ക് ഇറങ്ങി വന്ന് ആദ്യം വരുന്ന ആളുകളെ അള്ളാഹുവിന്റെ മലക്കുകൾ പ്രത്യേകമായി രേഖപ്പെടുത്തുമെന്നും ഇമാം മിംബറിൽ കയറിയാൽ അതോടുകൂടി ആ രേഖ പൂട്ടിവെക്കുമെന്നുമെല്ലാം സഹിയായ ഹദീസുകളിലുള്ളതാണ്. അതിന്റെ അർത്ഥം ഒരു സുദിനം തന്നെയാണ്. എന്നാൽ
അതിനോടൊപ്പം തന്നെ പെരുന്നാൾ കൂടി വന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഇളവ് നൽകിയിട്ടുണ്ട് അന്നത്തെ ജുമാക്ക്. അത് തന്നെ ദൂരദിക്കുകളിൽ നിന്ന് വന്നു പോകാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഇളവ് നൽകി എന്നത് സഹിയായ ഹദീസിൽ വന്നതാണ്. ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇളവുകൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. പക്ഷേ നമ്മളെപ്പോഴും ഇളവുകൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ബാധ്യതകൾ നിർവഹിക്കുന്നവർക്കാണ് ഇളവുകൾ ഉപയോഗപ്പെടുത്താനുള്ള കൂടുതൽ അവകാശം. ഏതായിരുന്നാലും അങ്ങനെയുള്ള ഒരു ദിവസത്തിലാണ് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങൾ എത്ര അമൽ ചെയ്യുന്നു അത് നിങ്ങൾ അല്ലാഹുവിനോട് അമലിന് വേണ്ടി സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്, അമല് വർദ്ധിപ്പിക്കുന്നതിനേക്കാളും എന്ന്. കൂനു ലിഖുബൂലിൽ അമലി അശദ്ദു ഇഹ്തിമാമൻ മിനൽ അമൽ എന്നാണ്. നിങ്ങൾ ചെയ്യുന്ന അമലിനെ പറ്റി ശ്രദ്ധിക്കുന്നതിനേക്കാളും കൂടുതൽ ചെയ്യുന്ന കാര്യങ്ങൾ അത് എത്ര അധികം ചെയ്യുക എന്നതല്ല, ചെയ്തത് അല്ലാഹു മുൻപിൽ സ്വീകരിക്കപ്പെടണം. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ചെയ്ത അമലുകൾ സ്വീകരിക്കുന്നതും സ്വീകരിക്കാത്തതും ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ആത്മാർത്ഥതയില്ലാതെ, ശ്രദ്ധയില്ലാതെ, വളരെ അല്ലാഹുവിനുള്ള പശ്ചാത്താപബോധവും തഖ്വയും മനസ്സിലെ ഖുശൂഉം ഖുദൂഉം ഒന്നുമില്ലാതെ നമ്മൾ അമൽ ചെയ്താൽ ആ അമല് അല്ലാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുന്നതല്ല. കുറെ പണിയെടുത്തു, കൂലി കിട്ടുകയില്ല എന്നാണ്. അതുകൊണ്ടാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അമല് ചെയ്യുന്നതിനേക്കാളും നിങ്ങൾ വേണ്ടത് അമലുകൾ സ്വീകരിക്കാൻ വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും സ്വീകരിക്കപ്പെടുന്ന അമലുകൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യണം എന്നാണ്. ഏതായിരുന്നാലും ഇനിയുള്ള ദിവസങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. പൂർവികന്മാരായ ആളുകളും അല്ലാഹുവിനോട് റമദാൻ കഴിഞ്ഞാൽ പിന്നീട് അവർ ഭയപ്പെട്ടിരുന്നു. ലികുല്ലി ശൈഇൻ ഇദാ മാ തമ്മ നുഖ്സാനു എന്നൊരു മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതൊരു കാര്യം പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നെ താഴോട്ടാണ്. നമ്മളെ വളർത്തുന്ന ചെടികളും തെങ്ങുകളും മരങ്ങളും അതുപോലെ മനുഷ്യന്റെ വളർച്ചയും അങ്ങനെയാണ്. ഒരു പരിധി വരെ വളർന്ന് വലുതായി വളരെ വാർദ്ധക്യത്തിലെത്തിയാൽ പിന്നെ താഴോട്ടാണ് അവന്റെ ബുദ്ധി, ഓർമ്മശക്തി ഒക്കെ. അതുപോലെ ഏതും പൂർണ്ണത കഴിഞ്ഞാൽ താഴോട്ടാണ് ഉണ്ടാവുക എന്നൊരു പഴമൊഴിയാണ്. അത് നമ്മുടെ ദീനിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരിക്കും. പലപ്പോഴും താഴോട്ട് പോകരുത് എന്നാണ്. പരിശുദ്ധ റമദാൻ പൂർണ്ണതയാണ്. ഒരുപക്ഷെ അല്ലാഹു തആല നമ്മൾ 29 നോമ്പ് നോച്ചിട്ടുണ്ടെങ്കിൽ 29 ഓരോ നോമ്പിനും 70 വർഷക്കാലത്തെ ദൂരം നരകത്തിൽ നിന്ന് നമ്മളെ അല്ലാഹു തആല അകറ്റിയിരിക്കും. നമ്മൾ ആരെങ്കിലും നിർബന്ധിച്ചിട്ടോ ആരെങ്കിലും കാണിക്കാനോ നോമ്പ് നിൽക്കുന്നവരല്ല. പണ്ട് കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഉപ്പാനെ പേടിച്ച്, ഉമ്മാനെ പേടിച്ച്, നാട്ടുകാരെ പേടിച്ച്, ഒരു വെള്ളം കിട്ടൂല എന്ന് പേടിച്ച് നിർബന്ധിത സാഹചര്യത്തിൽ നോമ്പ് നിൽക്കുന്നവർ. അങ്ങനെയൊന്നും ഇപ്പോഴത്തെ ആ കാലത്ത് ഇല്ലല്ലോ. നമ്മളൊക്കെ വളരെ സ്വതന്ത്രമാണ്. നോൽക്ക വേണ്ടെങ്കിൽ നോൽക്കണ്ട എന്നതാണ്. അപ്പൊ തന്നെ നമ്മൾ നോൽപ്പ് നോറ്റത് എന്തിനാണ്? ആത്മാർത്ഥമായിട്ട് തന്നെ നമുക്ക് നല്ല പ്രതീക്ഷിക്കാൻ വകയുണ്ട്. അങ്ങനെ നമ്മൾ ഒരു ദിവസം നോമ്പ് നോറ്റിരുന്നുവെങ്കിൽ അല്ലാഹു തആല 70 വർഷക്കാലം അല്ലാഹു നരകത്തിൽ നിന്ന് നമ്മളെ അകറ്റി ഒരു നോമ്പിന് മൻസാമ യൗമൻ ഫീ സബീലില്ലാഹ് എന്നാണ് നബി പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഒരു മാസക്കാലത്തെ നോമ്പിന് ഒരുപാട് ശുദ്ധി അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരുപാട് രക്ഷ, നരകത്തിൽ നിന്നുള്ള മോചനം അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരുപാട് സുരക്ഷിതമായ മേഖലയിലേക്ക്, നരകത്തിൽ നിന്ന് സുരക്ഷിതമായ ഒരു ജീവനത്തിലേക്ക് നമ്മളെ അല്ലാഹു തആല മാറ്റിയിട്ടുണ്ട് എന്ന ഒരു ആത്മവിശ്വാസം, ഒരു പ്രതീക്ഷ നമുക്ക് വേണം. ഞാൻ പഴയ ആളല്ല, ഞാൻ ഒരുപാട് മാറിയിരിക്കുന്നു, എന്നെ അല്ലാഹു ഒരുപാട് മാറ്റിയിരിക്കുന്നു എന്ന ഒരു പ്രതീക്ഷ. ഇനി ഇതിൽ ചളിയാവാതിരിക്കണം. നല്ല വസ്ത്രമിട്ട്, നല്ല വസ്ത്രം ശരീരമൊക്കെ കുളിച്ച് വൃത്തിയാക്കി
നല്ലൊരു വസ്ത്രം ഇട്ട് വരുമ്പോ ഇനി ഞാൻ അവിടെയും ഇവിടെയും ഒന്നും ഇരിക്കരുത്, ഒന്ന് തട്ടിക്കൊട്ടിയിട്ട് വേണം ഇരിക്കാൻ, അല്ലെങ്കിൽ ഞാനൊന്ന് ശ്രദ്ധിക്കണം, ചളിയിലും പൊടിയിലും മണ്ണിലൊന്നും പോകരുത്. എന്നാലും നമുക്ക് പാപങ്ങളും തെറ്റുകളും ഉണ്ടാകും, സ്വാഭാവികം. പക്ഷെ എന്നാലും ഉണ്ടല്ലോ, നമ്മളൊക്കെ നല്ല വസ്ത്രം ഇട്ടെടുത്താൽ ഒന്ന് ഇരിക്കുന്നിടത്തും നടക്കുന്നിടത്തും ഒന്ന് ഉടുത്ത വസ്ത്രം ഒന്ന് പൊക്കി പിടിച്ച് ആ ചെളിയാവാതിരിക്കാൻ അല്ലെങ്കിൽ ഒരു ശ്രദ്ധ, ആ ഒരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഇനിയുള്ള കാലങ്ങളിൽ വരണം. എന്തുകൊണ്ടെന്നാൽ ഈ റമദാൻ നമുക്ക് ഇനി തിരിച്ചു കിട്ടൂല. ഒരുപക്ഷെ ആയുസ് ഉണ്ടെങ്കിൽ അടുത്ത ഒരു റമദാനിൽ നമ്മൾ ഉണ്ടായിരിക്കാം, ഒരുപാട് റമദാനുകളിൽ ഉണ്ടായിരിക്കാം. പക്ഷെ ഈ ഒരു ആയുസ് നമുക്ക് നഷ്ടപ്പെട്ടത് തന്നെയാണ്. അപ്പൊ നമ്മൾ തിരിച്ച് വീണ്ടെടുപ്പ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കാലങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും. തിന്മകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം, ഒരു ദിവസം സൂര്യൻ ഉദിക്കുമ്പോൾ ഇന്നലത്തേതിനേക്കാളും ഷർറായിട്ടാണ്, മോശമായിട്ടാണ് ഓരോ ദിവസവും ഉദിച്ചു വരുന്നത് എന്ന് പറഞ്ഞാൽ മോശമായി ഓരോ രംഗത്തും ചീത്തയായി തിന്മയിലേക്ക് പോകാനുള്ള സാധ്യതകളും സൗകര്യങ്ങളും കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഉള്ള ദിവസങ്ങളിൽ നാളോ ഇതിനേക്കാളും വലിയ ഒരു നാളേക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് നമ്മളൊക്കെ. യൗമത്തജീദു നബി അല്ലാഹു പറയുന്നുണ്ട്, ഖുൽ ഇൻ തുഖ്ഫൂ മാ ഫീ സുദൂരിക്കും ഔ തുഖ്ഫൂഹു യഅലമുല്ലാഹ്. നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചാലും, നിങ്ങൾ പരസ്യമാക്കിയാലും ഒളിപ്പിച്ചു വെച്ചാലും നമ്മളുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് അള്ളാഹ്ക്കറിയാം. നമ്മളെങ്ങനെയൊക്കെ ബാഹ്യമായിട്ട് നടന്നാലും നമ്മളെ ഉള്ളിൽ എത്രത്തോളം ശുദ്ധമാണ് അല്ലെങ്കിൽ അശുദ്ധമാണ് എന്നത് അള്ളാഹുവിനറിയാം. ഈ ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം അള്ളാഹുവിനറിയാം. അള്ളാഹ്ക്ക് എല്ലാ കാര്യങ്ങളെ പറ്റിയും അള്ളാഹു കഴിവുള്ളവനാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നത്, ഓരോരുത്തരും അവനവൻ ചെയ്തു വെച്ച നന്മകളെ ഹാജരാക്കപ്പെടും നമ്മുടെ മുമ്പിൽ. അവൻ ചെയ്ത തിന്മകളെയും അള്ളാഹു തആല ഹാജരാക്കി മുമ്പിൽ കൊണ്ടുവരും. അപ്പോൾ ഈ ജീവിതത്തിന്റെയും എന്റെയും ഇടയിൽ, അല്ലെങ്കിൽ ഈ തിന്മകളുടെയും എന്റെയും ഇടയിൽ ഒരുപാട് അകൽച്ചയുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവൻ ആഗ്രഹിച്ചു പോകും. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളാവരുത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ അമലുകൾ കണ്ടിട്ട് പഠിച്ചവന്റെ മുമ്പിൽ ഹാജരാക്കുമ്പോ, പഠിച്ചവനെ ഞാൻ ഈ അമലുകൾ ഞാനാണല്ലോ ചെയ്തത്, ഈ തരത്തിലുള്ള ഒരു ചീത്ത പ്രവൃത്തി ചെയ്ത് ജീവിച്ച ഞാൻ ഇതിൽ നിന്ന് അകന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലം നമുക്കുണ്ടാവരുത്. അതായത് അങ്ങനെയുള്ള ഒരു പരലോകം നമുക്ക് കാണരുത്. അതിനെന്ത് വേണം? നമ്മളെ അമലുകൾ നമ്മുടെ രേഖകൾ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ കയ്യിൽ തന്നെ അള്ളാഹു തആല തരുമെന്നും, നീ ചെയ്ത ജീവിതം, നീ പറഞ്ഞത്, നീ ചെയ്തത്, നീ കണ്ടത്, നീ എടുത്തത്, നീ വാങ്ങിയത്, നിന്റെ വിചാരങ്ങൾ എല്ലാം ഈ രേഖയിലുണ്ട്. ഇരുന്ന് വായിച്ചു നോക്ക്. നിന്നെ ഞാൻ വിചാരണ ചെയ്യേണ്ടതില്ല, നീ എന്നെ വിചാരണ ചെയ്താൽ മതി. നിന്റെ ഈ ചിപ്പ്, നമ്മളുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുവിന്റെ മലക്കുകൾ രേഖപ്പെടുത്തിയ ആ ഒരു ചെറിയ ചിപ്പ്, ആ ഒരു രേഖ നീ തന്നെ വായിച്ചു നോക്ക്. നിന്നെ വിചാരണ ചെയ്യാൻ നീ തന്നെ മതി. പരീക്ഷാ പേപ്പർ കുട്ടികൾക്ക് കൊടുക്കുമ്പോ ഉസ്താദുമാര് അല്ലെങ്കിൽ അധ്യാപകന്മാര് പറയാറുണ്ടല്ലോ, എഴുതിയതിൽ മാർക്ക് കുറഞ്ഞതിൽ പേടിക്കണ്ട, എഴുതിയതിൽ നോക്കിക്കോ, അത് ശരിയാണോ, ചോദ്യം നമ്പർ 1, 2, 3 എഴുതിയത് ശരിയാണോ, എത്രത്തോളം എഴുതി നോക്കിക്കോ. നമ്മളെന്നെ നോക്കുമ്പോഴാണല്ലോ എനിക്ക് മാർക്ക് കുറഞ്ഞു പോയത് ഞാൻ എഴുതാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞിരുന്ന ഒരു കുട്ടിക്കാലം നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മളെ കുട്ടികളുണ്ട്, നമ്മളെ മുമ്പിലിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ കിതാബ്, നമ്മളെ രേഖ നമ്മൾ തന്നെ വായിക്കുന്ന
ഒരു ദിവസമുണ്ട്. ആ ദിവസം ഈ രേഖയും ഞാനും തമ്മിൽ ബന്ധമുണ്ടായിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞു പോകും. അള്ളാഹു പറയുന്നു, അള്ളാഹു താക്കീത് നൽകുകയാണല്ലോ, നല്ല ചിന്തിച്ചു നിൽക്കാൻ വേണ്ടി. അള്ളാഹു എന്ന് കരുതി അള്ളാഹു ഒരു ക്രൂരനല്ല, അള്ളാഹു കരുണ ചെയ്യുന്നവനാണ്. എത്ര രേഖ മോശമാണെങ്കിലും നമ്മൾ ചെയ്ത ജീവിതം, ഇതുവരെ ചെയ്ത ജീവിതം എത്ര മോശപ്പെട്ടതാണെങ്കിലും എത്ര വീഴ്ച വന്നതാണെങ്കിലും അള്ളാഹു കാരുണ്യവാനാണ്, ദയാലുവാണ്. നിങ്ങൾ മാറാൻ തയ്യാറുണ്ടോ? ഞാൻ നിങ്ങളെ മാറ്റിത്തരും, നിങ്ങളെ നന്മയിലേക്ക് ആക്കിത്തരും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരന്മാരെ നമ്മൾ പറയുന്നത്. യാ ഇബാദി ഇന്നമാ ഹിയ അഅമാലുകും ഉഹ്സിഹാ ലക്കും. അള്ളാഹു മലക്ക് നമ്മളെ വിളിച്ചു പറയാണ്, എന്റെ അടിമകളെ, ഇന്നമാ ഹിയ അഅമാലുകും, നിങ്ങൾ ചെയ്തതോ ഇതാ വായിച്ചോ, ഉഹ്സിഹാ ലക്കും, ഞാനത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുമ്മ ഉവഫീകും ഇയ്യാഹ, അതിന്റെ ഗുണാഗണങ്ങൾ, അതിന്റെ നന്മകളും തിന്മകളും പൂർണ്ണമായും ഞാൻ നിങ്ങൾക്ക് തരും. ഫമൻ വജദ ഖൈറൻ, നല്ലത് കണ്ടാൽ ഫല്യഹ്മദില്ല, അള്ളാഹുവിനെ സ്തുതിച്ചോട്ടെ. അവനവൻ ചെയ്തത് കൊണ്ടാണല്ലോ, ആ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയത് കൊണ്ടാണല്ലോ അവൻ അള്ളാഹുവിനെ സ്തുതിക്കാം. വമൻ വജദ ഗൈറ ദാലിക, അതല്ല നിങ്ങളുടെ രേഖകൾ തിരിച്ചു തരുമ്പോൾ ഖൈറല്ല അതിലുള്ളതെങ്കിൽ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു, അവനെ തന്നെയല്ലാതെ മറ്റാരെയും അവൻ ആക്ഷേപിക്കേണ്ടതില്ല. ആ കൂട്ടുകാർ മോശമായത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ പഠിക്കാത്തത് കൊണ്ടാണ്, ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടാണ്, എന്റെ വാപ്പിയും ഇങ്ങനെ ആയതുകൊണ്ടാണ്, ഞാൻ എന്റെ നാട്ടിൽപ്പെട്ടത് കൊണ്ടാണ് ഞാൻ അങ്ങനെ മോശമായത്. അതൊന്നും ആവണ്ട, ഒന്നും വേണ്ട, നിങ്ങളുടെ സ്വന്തം കുറ്റമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മളൊരു തിരിച്ചു അറിവും ഒരു പുനർവിചാരോ. പൂർവികന്മാര് മുഹദ്ദിസുകൾ പറയുന്നുണ്ട്, 3 തരം നോമ്പുകാരാണ് യഥാർത്ഥത്തിൽ നോമ്പ് കഴിഞ്ഞാൽ ഉണ്ടാവുക. 3 തരം ആളുകൾ. ഇതിൽ നമ്മളെ ആരായിരിക്കണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഒന്നാമത്തെ ആളുകൾ, അവർ ഈ നോമ്പ് കഴിഞ്ഞാൽ നോമ്പിന് ശീലിച്ച ശീലങ്ങളെ ജീവിതത്തിൽ കഴിയുന്നത്ര നിലനിർത്തും. നോമ്പ് കാലത്ത് നമ്മൾ ജമാഅത്തിന് വന്നിരുന്നു, കൂടുതൽ പള്ളിയിൽ വരാൻ ശ്രദ്ധിച്ചിരുന്നു, കൂടുതൽ സൽക്കർമ്മം ചെയ്യാൻ ശ്രമിച്ചിരുന്നു, വേണ്ടാത്ത കാര്യങ്ങൾക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ തൊഴിലും ജീവിതവുമായിട്ടാണ് നമ്മൾ ജീവിച്ചിരുന്നത്. ഖുർആൻ പാരായണം ചെയ്തിരുന്നു. അത് നിലനിർത്തും കഴിയുന്നത്ര. നോമ്പ് പോലെ നിലനിർത്താൻ എല്ലാവർക്കും കഴിയില്ലെങ്കിലും പരമാവധി നിലനിർത്തുന്ന ആളുകൾ നമ്മളതിൽപ്പെട്ടതാണ്. മാസം കണ്ടു എന്ന് പറഞ്ഞപ്പോഴേക്ക് ഇശാക്ക് ജമാഅത്തിന് നമ്മൾ പള്ളിയിൽ പോകാനായില്ലേ? ഇനിയിപ്പോ എന്താ മാസം കണ്ടില്ല, റമദാൻ കഴിഞ്ഞാൽ ഇനിയിപ്പോ എന്താ പള്ളി അല്ലേ? അതല്ലെങ്കിൽ ദാനധർമ്മങ്ങളുടെ കാര്യത്തിൽ നമ്മൾ കൈയച്ച് കൊടുത്തിരുന്നവർ നമുക്ക് ഇനിയും അത് തുടരണം. നമ്മുടെ ജീവിതത്തിൽ അത് തുടർച്ച വേണം. നല്ലൊരു ദാനധർമ്മം നമുക്കിന്ന് ഈദ് ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് ലഭിച്ചു. 10,000-16,000 ഉറുപ്പിക. നമുക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. തിരിച്ചു പോകുമ്പോൾ വീട്ടിലേക്ക് വലിയൊരു സംഖ്യ നഷ്ടപ്പെട്ട ഭാരക്കുറവൊന്നും നമ്മുടെ പോക്കറ്റിന് തോന്നിയിട്ടില്ല. ഏതെങ്കിലും പാവപ്പെട്ടവർ അതുകൊണ്ട് മരുന്ന് കഴിച്ചുകൊള്ളും. ആ ഒരു സമാധാനമാണ് നമുക്കുള്ളത്. എന്ത് നഷ്ടപ്പെട്ടു, പക്ഷെ അത് നമുക്ക് ഇവിടെ ഉണ്ടാകും. അത് നമുക്ക് നാളെ അവിടെ കിട്ടും. അവിടെയാണ് പ്രത്യേകത. നല്ല ഒരു മാംസത്തിന്റെ കുറക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. ഹദിയ കൊടുത്തിരുന്ന കൂട്ടുകാരോ വെറുതെ കൊടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ല കറിയൊക്കെ ഉണ്ടാക്കി ഞാൻ വരാം. അദ്ദേഹം പുറത്തുപോയി പള്ളിയിൽ ചെന്നു, എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോ എവിടെയാ ബന്ധം? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ബന്ധമൊക്കെ ചെയ്തിട്ടുണ്ട്, നന്നായി ബന്ധു, പക്ഷെ ഇറച്ചിയൊക്കെ പാവങ്ങൾ വന്നപ്പോഴാണ് കൊടുത്തു. മിസ്കിന്മാർ വന്നിരുന്നു, കൊടുത്തു. അതിന്റെ എല്ല് മാത്രമാണ് ബാക്കിയായത്. ഇസ്ലാമിന്റെ മുഖത്ത് ഒന്നും തോന്നിയില്ല. എല്ല് അത് നമുക്ക് പോയി, ഇറച്ചി നമുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞത്. എന്താണ് അതിന്റെ അർത്ഥം? ആ പാവങ്ങൾക്ക് കൊടുത്തത് നമുക്ക് നാളെ പരലോകത്ത് അള്ളാഹു തരും അതിന്റെ പ്രതിഫലം. എല്ല് നമ്മൾ കടിച്ചു മുറിച്ച് തിന്നല്ലേ, അത് നമുക്ക് നഷ്ടപ്പെട്ടില്ലേ? സഹോദരങ്ങളെ, നമ്മൾ ദാനധർമ്മങ്ങളാവട്ടെ, നമ്മൾ നമസ്കരിച്ചതാവട്ടെ, ഒരുപാട് ക്ഷീണവും ബുദ്ധിമുട്ടുമായി നമ്മൾ നമസ്കരിച്ചതാകട്ടെ, അവിടെ ഉണ്ടായിരിക്കും. അത് ഇനിയും നമുക്ക് ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ സാമ റമളാന സുമ്മ തബഅഹു സിത്തൻ മിൻ ശവ്വാൽ കാന കസിയാമി ദഹരി കുല്ലഹു. അതാണ് കുല്ലിഹി. റമളാൻ നോറ്റ് പിന്നെ ശവ്വാൽ മാസത്തില് 6 കൂടി ഒന്നെങ്കിൽ തുടർച്ചയായി നിൽക്കണം. നാളെ മുതൽ തന്നെ നോറ്റ് തുടങ്ങാം 6 നോൽമ്പ്.
അതുപോലെ തുടർച്ചയായി. അതല്ല, ശവ്വാൽ കഴിയുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ഒരു 30 ദിവസത്തിന്റെ ഇടയിൽ ഒരു 6 കൂടി നോറ്റാൽ, നിർബന്ധമായി നോമ്പ് വിട്ടുപോയ സ്ത്രീകൾ അടക്കമുള്ളവരുണ്ടെങ്കിൽ 6 നോമ്പിനേക്കാളും പ്രാധാന്യം, മുൻഗണന കൊടുക്കേണ്ടത് നിർബന്ധമായി വിട്ടുപോയ ഫർദ് നോമ്പന്. അത് കഴിഞ്ഞിട്ട് ബാക്കി 6 നോമ്പ് പൂർത്തിയാക്കിയാൽ മതി കഴിയുമെങ്കിൽ. അപ്പൊ ഏതായിരുന്നാലും ഈ നോമ്പ് നമുക്ക് സുന്നത്ത് നോമ്പുകൾ ഉണ്ടല്ലോ. വെള്ളിയാഴ്ച, വ്യാഴാഴ്ച ദിവസങ്ങൾ, തിങ്കളാഴ്ച ദിവസങ്ങൾ, 9, 10, 11, 12, 13 ദിവസങ്ങൾ. അതുപോലെ തന്നെ മുഹറം, അറഫ. ജീവിതത്തിൽ നോമ്പുമായിട്ട് നമ്മൾ യാത്ര പറയരുത്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇടക്കിടക്കൊക്കെ ഒരു നോമ്പ് നോറ്റ് ശീലിക്കുന്നത് ജീവിതത്തിന്റെ ഒരു പ്രത്യേകമായ കാര്യമാണ്. നമ്മൾ പറയുന്നുണ്ടല്ലോ, ഒരു ഡയറ്റിലാണ്. എന്താ കാര്യം? ഇഷ്ടമുള്ളതൊന്നും വാരി വലിച്ച് തിന്നൂല. ഒരു ഭക്ഷണത്തിനൊരു ക്രമമുണ്ട്. ആ നീയത്തല്ല നമുക്ക് വേണ്ടത്. ശരീരം നന്നാവാനല്ല, അള്ളാഹുവിന് വേണ്ടി നോമ്പ് നമ്മുടെ ജീവിതത്തിൽ ബാക്കിയാവണം. രാത്രി നമസ്കാരം നമ്മൾ നിർവഹിച്ചു. ഇതുപോലെ നമ്മൾ നിർവഹിക്കണമെന്നില്ല. സുബൈക്ക് മുമ്പായി ഇശാക്ക് ശേഷം ഒരു 3 റക്അത്തെങ്കിലും രാത്രി നമസ്കാരം പതിവാക്കാൻ നമുക്ക് കഴിയില്ലേ? എന്താണ് തടസ്സം? ഇനി അതിന് കഴിയാത്ത അത്ര ക്ഷീണിതനാണെങ്കിൽ ഇശാ നമസ്കാരത്തിന്റെ 2 റക്അത്ത് സുന്നത്തിന്റെ ശേഷം 1 റക്അത്ത് വിത്ർ, ഒരൊറ്റ റക്അത്തെങ്കിലും വിത്ർ, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതിക്കൊണ്ട് ഒരു വിത്രോട് കൂടി ജീവിതം അന്നത്തെ രാത്രിയിലെ നമസ്കാരം അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയില്ലേ? അപ്പോ നമ്മൾ നമസ്കാരങ്ങളാവട്ടെ, ബാക്കിയുള്ള ദാനധർമ്മങ്ങളാവട്ടെ ബാക്കി വെക്കണം. എങ്കിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നമുക്കൊരു ഈ റമദാൻ നമ്മളെ സ്വാധീനിച്ചു എന്ന് പറയുകയുള്ളൂ. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു വിഭാഗം അവരായിരിക്കണം നമ്മൾ. രണ്ടാമത്തെ ഒരു വിഭാഗം റമദാനാണെങ്കിലും സ്വഭാവനലയും ആന്തർത്തവും അമലത്തും റമദാനായാലും പഴയ മാതിരി തന്നെ, ഇനി റമദാൻ കഴിഞ്ഞാലും പഴയ മാതിരി തന്നെ, ഒരു മാറ്റവും വരാത്ത ആളുകൾ. അങ്ങനെയുള്ള ആളുകൾ ആവരുത് നമ്മളെന്ന് മാത്രമല്ല, അത്തരം കൂട്ടുകെട്ടിൽ നിന്ന് തന്നെ നമ്മൾ മാറി നിൽക്കണം. കൂട്ടുകെട്ടുകളിൽ കൂടിയാണ് ലഹരി മുതൽ എല്ലാ തോന്നിവാസങ്ങളും അശ്രദ്ധകളും നമ്മളെ അള്ളാഹുവിങ്കൽ നിന്ന് അശ്രദ്ധമാക്കുന്ന പ്രവർത്തനങ്ങളും ഉണ്ടാകുന്നത് നമ്മുടെ സാമൂഹിക ബന്ധങ്ങളിൽ നിന്നും കൂട്ടുകെട്ടുകളിൽ നിന്നുമാണ്. ആ ബന്ധങ്ങളും ആ സാമൂഹിക സുഹൃത്തുക്കളെയും നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. അവർക്ക് വേണ്ട ബാധ്യതകൾ നമുക്ക് നിർവഹിച്ചു കൊടുക്കാം. അവരുമായുള്ള ബന്ധങ്ങൾ, അകന്ന ബന്ധങ്ങളെങ്കിലും നമ്മൾ നിലനിർത്താം. പക്ഷേ നമ്മളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന കൂട്ടുകെട്ടുകൾ ഉണ്ടെങ്കിൽ അതടക്കം ഒഴിവാക്കണം. അതല്ലാതെ മാറ്റങ്ങളൊന്നുമില്ല. ഞാൻ പഴയ മാതിരി തന്നെയാണ് ഇപ്പോഴും. റമദാൻ വന്നു പോയി, അത് കുറെ ആളുകൾക്ക് അതൊരു പുണ്യ ദിവസമായിരുന്നു എന്ന രണ്ടാമത്തെ ശപിക്കപ്പെട്ട വിഭാഗത്തിൽ സഹോദരങ്ങളെ നമ്മൾ ആവരുത്. മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്, റമദാനിൽ ഏറ്റവും കൂടുതൽ ഇബാദത്തുകൾ ചെയ്ത് ശ്രദ്ധിച്ച് ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത ആളുകൾ. എന്നിട്ടോ അവസാനം റമദാൻ കഴിഞ്ഞതോടുകൂടി എല്ലാം മൂടി വെച്ച് ചുരുട്ടി വെച്ച് പഴയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർ. അവരുടെ കൂട്ടത്തിൽ നമ്മൾ പെടരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്ത്രീയെ, ഒരു ഭ്രാന്തി പെണ്ണിനെ ഉപമിച്ചതായിട്ട് ഖുർആനിൽ കാണാം. അവളുടെ ഭ്രാന്ത് എന്തായിരുന്നു? വേറെ പണിയൊന്നുമില്ല. വൈകുന്നേരം വരെ നൂല് പിരിച്ചുണ്ടാക്കി നല്ല ഉറപ്പുള്ള നൂലാക്കി മാറ്റും. അവൾ ചെയ്തത് തന്നെയാണ്. നല്ല ഉറപ്പുള്ള കയറുണ്ടാവും. വൈകുന്നേരം ആകുമ്പോൾ പിരിച്ച നൂലൊക്കെ പിരിയുടച്ച് അതിനെ ചെറിയ ഈളുകളാക്കി മാറ്റും. ഒരു ഉപകാരം ഉണ്ടായില്ല ജീവിതത്തിലെ കർമ്മങ്ങൾ. അതാവരുത്. റമദാൻ വരെ നമ്മൾ ഓതി, നമ്മൾ നമസ്കരിച്ചു, ദാനധർമ്മങ്ങൾ ചെയ്തു, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു. അവസാനം റമദാൻ കഴിഞ്ഞാൽ പഴയതിലേക്ക് തിരിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. മഹാനായ ബിശ്റുൽ ഹാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം, ബിഇസൽ ഖൗമു ലാ യഅരിഫൂനല്ലാഹ ഇല്ലാ റമദാൻ. റമദാനിൽ മാത്രം അള്ളാഹനെ പരിചയപ്പെടുന്ന കുറെ ആളുകളുണ്ട്. അവർ വളരെ ചീത്തയാണ്. റമദാനിൽ മാത്രമേ ഒരു അള്ളാഹനെ അറിയുള്ളൂ, ഒരു അള്ളാഹുമായിട്ട് ബന്ധമുള്ളൂ.
അതാവരുത്. നേരെ മറിച്ച് മരണം വരുന്നത് വരെ അള്ളാഹുമായുള്ള ബന്ധം, അത് ഇബാദത്തുകളിലായിട്ടും സൽക്കർമ്മങ്ങളിലായിട്ടും നന്മകളിലായിട്ടും ആ ബന്ധം നിലനിർത്തണം. ഏതുവരെ? മരണം വരുന്നത് വരെ. ഒന്നിൽ നിന്ന് നീ വിരമിച്ച് ഒന്ന് കഴിഞ്ഞാൽ ഫൻസബ്, മറ്റൊന്നിലേക്ക് പ്രവേശിക്കുക. ജീവിതത്തിലൊക്കെ അങ്ങനെയാണല്ലോ. ആ രൂപത്തിൽ നമ്മൾ പ്രവർത്തിക്കുക. എന്നിട്ട് ഏറ്റവും നിലനിൽക്കുന്ന കർമ്മങ്ങൾ, എന്നും നിലനിർത്താവുന്ന കർമ്മങ്ങളുമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു പ്രചോദനവും ശക്തിയും ഈ റമദാനിൽ കൂടി നമുക്ക് കിട്ടണം. അല്ലാഹു തആല നമുക്ക് നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് നമ്മൾ ചെയ്ത നമസ്കാരങ്ങളും നമ്മുടെ നോമ്പുകളും നമ്മുടെ ദാനധർമ്മങ്ങളും എല്ലാം അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകൾ കൂടുതൽ സ്വീകാര്യോഗ്യമായ അമലുകൾ ചെയ്ത് നന്ദിയുള്ളവരായി ജീവിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമില്ല അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു തആല ശാന്തിയും സമാധാനവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്കെല്ലാം അള്ളാഹു തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا